നെക്സ്റ്റ് ടോപ്പിക് ML ഇനീക്വാലിറ്റി. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ML ഇനീക്വാലിറ്റി. അത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ആവശ്യമുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ നമുക്കിത് എന്താ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എവ്രിവർ ഓൺ എ കോണ്ടൂർ സി ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് സി, ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ്, അതായത് മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ. അതായത് നമുക്കൊരു കോണ്ടൂർ തന്നിട്ടുണ്ട് സി. ഓക്കെ, ഇവിടെ നമ്മളുടെ എഫ് ഓഫ് സെഡ് ഈ കോണ്ടൂറിൽ ഡിഫൈൻ ചെയ്യുന്ന കോണ്ടൂറിന് മുകളിലുള്ള എഫ് ഓഫ് സെഡുകൾ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മോഡുലസ് വാല്യൂസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അതുപോലെ തന്നെ ഈ കോണ്ടൂറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഇങ്ങനെ ക്ലോസ്ഡ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കോണ്ടൂർ ഉണ്ട്, ആ കോണ്ടൂറിന് മുകളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് അതിൻ്റെ മോഡുലസ് വാല്യൂ, ആ കോണ്ടൂറിലെ പോയിന്റ്സിൻ്റെ മോഡുലസ് വാല്യൂസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ദ ലെങ്ത് ഓഫ് സി, ഈ സിയുടെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. പ്രൂഫ് ഈസിയാണ്. പ്രൂഫ് ലെറ്റ് ദ കോണ്ടൂർ സി ബി ഗിവൺ ബൈ, നമ്മൾ ആ കോണ്ടൂറിനൊരു പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. z equal to z of t, where a less than or equal to t less than or equal to b. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോണ്ടൂറിൽ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ദ ലെങ്ത് ഓഫ് സി അല്ലെങ്കിൽ എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് സി നമുക്ക് എങ്ങനെയാണ് പറയുക? ഇൻ്റഗ്രൽ ഓവർ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി നമുക്ക് എന്തറിയാം? നമുക്ക് തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ സി അല്ലേ. സിൻസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ സി, സിയിലെ പോയിന്റ്സിനൊക്കെയും മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇങ്ങനെയും കൂടെ എഴുതിക്കൂടെ? ഇതിനെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി, എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ ഓൺ സിയിലാണ്. സിയുടെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞു. ടി വേരി ചെയ്യുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഓൾവേസ് മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അപ്പോൾ കൺസിഡർ ദിസ് മോഡുലസ്. അങ്ങനെയാണെങ്കിൽ യൂസിങ് ദ ഡെഫിനിഷൻ ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് z of t into z dash of t dt അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പുള്ള വീഡിയോസിൽ ഫസ്റ്റ് സെക്ഷനിലുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി w ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് w ഓഫ് ടി. ഇത് പറഞ്ഞിട്ടില്ലേ? ഡി ടി. ഓക്കെ, അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? which is less than or equal to integral a to b modulus of f of z of t into z dash of t dt അല്ലേ. നമുക്ക് ഈ മോഡുലസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. which is equal to, അതായത് this one is equal to ട്ടോ integral a to b modulus of f of z of t into modulus of z dash of t dt. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതൊരു റിയൽ നമ്പർ ആയിരിക്കും അല്ലേ. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈസ് എ റിയൽ നമ്പർ ആണല്ലോ. ഈ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ടി ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെന്ത് പറയാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇനി നമ്മൾ ഈ സെഡ് ഡാഷ് ഓഫ് ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് ഓഫ് സി എന്ന് പറയുന്നത് എൽ ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ. അതായത് നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ മോഡുലസിൽ തുടങ്ങി. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ.
ഇതാണ് നമ്മളുടെ ML ഇനീക്വാളിറ്റി. പ്രൂഫ് എളുപ്പമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്നും പ്രൂവ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ML എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കത് എഴുതി കൊടുക്കാം. ജസ്റ്റ് 2-3 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം, പ്രൂഫ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, ഇൻറ്റഗ്രേറ്റ് f of z equal to real part of z along, first one, the line segment from z equal to 0 to z equal to 1 plus I. Second one, the real axis from 0 to 1 and then along a straight line parallel to the imaginary axis from 1 to 1 plus I. കാര്യമായിട്ടൊന്നുമില്ല, നമ്മളോട് റിയൽ പാർട്ട് ഓഫ് സെഡിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 2 ലൈൻ സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പാത്ത് അറിയണം. പാത്ത് അറിയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ്, ഒന്നാമത്തത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ് ചെയ്യാനുള്ളത്. പിന്നെ സി എന്ന് പറയുന്ന പാത്ത് നമുക്ക് തന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്താണ്, ദ ലൈൻ ജോയിനിങ് ലൈൻ സെഗ്മെന്റ് ഫ്രം സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു 1. അതായത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, 0 ടു 1 പ്ലസ് ഐ. ഇവിടെയല്ലേ 1 പ്ലസ് ഐ ഉണ്ടാവാം, 1 പ്ലസ് ഐ, അതായത് ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. അപ്പം 0 ടു 1 പ്ലസ് ഐ സ്ട്രെയിറ്റ് ലൈൻ ആണേ, നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ വരയ്ക്കണം. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ എങ്ങനെ എഴുതുക നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഈ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെഡ് ഓഫ് ടി എന്താണെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം, നമ്മളടുത്ത് തന്നിട്ടുണ്ട് ദ ലൈൻ സെഗ്മെന്റ് ഫ്രം 0 ടു 1 പ്ലസ് ഐ. നമ്മളൊന്ന് വരച്ചു നോക്കാം, 0 ടു 1 പ്ലസ് ഐ. അപ്പോൾ ശരിക്കും ഇവിടെ ഈ ഒരു ലൈൻ എന്താ ശരിക്കും നമ്മൾ R2ലാണ് വരയ്ക്കുന്നതെങ്കിൽ x ഈക്വൽ ടു y ആണല്ലേ വരിക, അല്ലേ? സി എന്ന് പറയുന്നത് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്താണ്? സി ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ joining 0 0 to 1 1 എന്ന് പറയാം അല്ലേ, നമുക്ക് 0 0 to 1 1 എന്ന് പറഞ്ഞൂടെ, 1 1. അപ്പോൾ നമുക്ക് സെഡ് ഓഫ് ടിയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എഴുതണം ഇവിടെ. അപ്പോൾ സി എന്ന് പറയുന്നത് എങ്ങനെയാണ് തരുന്നത്? ഇപ്പോൾ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി ആണ്. അപ്പോൾ നമുക്കിതിൽ എക്സ് ഓഫ് ടി എന്താ വൈ ഓഫ് ടി എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇപ്പം 0 ടു 1, അപ്പോൾ ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ നമ്മളിവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു വൈ ഓഫ് ടി ഈക്വൽ ടു സം ടി എന്ന് കൊടുക്കും. ഓക്കെ, സം ടി അല്ല, നമ്മളിവിടുത്തെ ടി റെപ്രസെൻറ്റേഷനിലാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ എന്ത് വരും? ടി പ്ലസ് ഐ ടി. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡിനെയും എഫ് ഓഫ് സെഡ് ഓഫ് ടി ടേംസിലോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എന്താ വരുന്നത്? എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈക്വൽ ടു നമ്മൾ എന്താണ് നമ്മളെ ഫംഗ്ഷൻ എന്താണ്? റിയൽ പാർട്ട് ഓഫ് സെഡ്. അപ്പോൾ നമുക്ക് എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി. റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി എന്താ വരിക? ഇതാണ് നമ്മളുടെ സെഡ് ഓഫ് ടി, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ടി വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റഗ്രൽ ഓവർ സി ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് അല്ലേ. ബൈ ഡെഫിനേഷൻ നമുക്ക് എന്താണ്? എഫ് ഓഫ് സെഡ് ഡി സെഡ്. ബൈ definition of contour integral we can write integral over a to b f of z of t into z dash of t dt. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി എന്തൊക്കെ വേണം? a bയും വേണം, f of z of t നമുക്ക് കിട്ടിയിട്ടുണ്ട്, z dash of t എഴുതണ്ടേ? അപ്പോൾ നമുക്ക് z of t എന്താണെന്നറിയാം? t പ്ലസ് ഐ ടി ആണെന്നറിയാം. അപ്പോൾ z dash of t എന്തായിരിക്കും? z dash of t dt നെ നമുക്ക് 1 പ്ലസ് ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എയും ബിയും ആണ്. അപ്പോൾ ഇവിടെ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എവിടെ മുതൽ എവിടെ വരെ? 0 ടു 1, അല്ലെങ്കിൽ ടി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? 0 ടു 1, കാരണം എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി ആണ്. സോ നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഇവിടെ 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു ടി വേരി ചെയ്യുന്നത് 0 ടു 1 മുതൽ. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ 0 ടു 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ടി ആണെന്നല്ലേ. ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ ഡി ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1 പ്ലസ് ഐനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക, അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. നമുക്ക് എന്താ കിട്ടുക? ടി സ്ക്വയർ ബൈ 2 1/2 എന്ന് വരും.
നമ്മൾ ആൻസർ കിട്ടുന്നത് 1 + i / 2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു രണ്ടാമത്തെ സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ദ റിയൽ ആക്സിസ് ഫ്രം 0 to 1. നമുക്കൊന്ന് വരയ്ക്കാം ആദ്യം. നമുക്ക് റിയൽ പാർട്ട് ഓഫ് സെഡ് റിയൽ ആക്സിസ് ഫ്രം 0 to 1, 0 മുതൽ 1 വരെ റിയൽ ആക്സിസിൽ, 0 മുതൽ 1 വരെ റിയൽ ആക്സിസിലൂടെ 0 മുതൽ 1 വരെ. പിന്നെ ആൻഡ് ദെൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഇമാജിനറി ആക്സിസ് ഫ്രം 1 to 1 + i. പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം പാരലൽ ടു ദ ഇമാജിനറി ആക്സിസ് 1 to 1 + i. ഇവിടെ നിന്ന് ഇങ്ങനെ. സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ആവുന്നില്ലല്ലോ. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൂട്ടണേ. ഇപ്പോൾ ഇത് 1 + i എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പം ഇത് 2 പാത്തായിട്ടാണ് അല്ലേ? ഇത് കോണ്ടൂസ് ആണ്, പക്ഷേ ഇവിടെ ഒന്ന് ഇത് ഇവിടെ ഡിഫറൻഷ്യൽ ആവില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇത് 2 കോണ്ടൂസ് ആണ്. ഇത് C1, ഇത് C2 എന്ന് പറഞ്ഞെടുക്കണം. 2 പാത്തായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് f of z എന്താണ്? f of z = റിയൽ പാർട്ട് ഓഫ് z. C എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. നമ്മൾ പറഞ്ഞു C1 C2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേർഡ്സിൽ എഴുതണേ. C1 C2 എന്ന് പറയുന്ന 2 പാത്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. C1 എന്ന് പറഞ്ഞാൽ എവിടെ മുതലാണ്? 0 to 1 വരെ അല്ലേ വേരി ചെയ്യുന്നത്. x 0 to 1 വരെ വേരി ചെയ്യുന്നു. y-ൽ അവിടെ 0 തന്നെയായിട്ടാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ പറയാം 0 0 to 1 0 വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ C2 എന്ന് പറയുന്നതോ 1 0 to 1 1. ഓക്കെ, ഇതാണ് നമ്മളുടെ 2 പാത്തുകൾ. ഇപ്പോൾ പാത്തിനെ ഒന്ന് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം അല്ലേ നമ്മൾ, അല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. ഇപ്പോൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് C1 കൊടുക്കാം. C1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ z of t = ഇനി നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, മറ്റേ ഗ്രീൻസ് ഫംഗ്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായില്ലേ ആ സമയത്ത്. നിങ്ങൾ 2 വേരിയബിൾസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ 0 to 1 ആരാണ് വേരി ചെയ്യുന്നത്? x of t = 0 to 1 വേരി ചെയ്യുന്നു, അതായത് t കൊടുത്തു ഞാൻ. അതുപോലെ തന്നെ y of t എന്ന് പറയുന്നത് വേരി ചെയ്യുന്നില്ല, 0 ആണ് അവിടെ. അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x of t + i × y of t ആണ്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? t. വേരി ചെയ്യുന്നതിന് ഞാൻ t കൊടുത്തു. അപ്പോൾ ഇവിടെ t എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നുണ്ട്? 0 ≤ t ≤ 1 വരെ. ഓക്കെ, അതാണ് C1ൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ C1ന് മുകളിലുള്ളത് ഇൻറ്റഗ്രൽ ഓവർ C1 എന്നല്ലേ പറഞ്ഞ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ f of z of t, ഇവിടെ നമുക്ക് z of t എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്, അത് t ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തും കൂടെ എഴുതാം, z' of t എന്താണെന്ന് എഴുതി വെക്കാം, ദറ്റ് ഈസ് 1 ആണെന്ന് കിട്ടും. പിന്നെ നമുക്ക് എഴുതേണ്ടത് f of z of t എന്താണ്? f of z of t = റിയൽ പാർട്ട് ഓഫ് z of t. റിയൽ പാർട്ട് ഓഫ് z of t t തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ C1ൻ്റെ കാര്യത്തിൽ. അപ്പോൾ C1 കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? C2ൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം. C2 എങ്ങനെയാണ് വരുന്നത്? C2 വേരി ചെയ്യുന്ന എവിടെ മുതലാണ്? 1 മുതൽ i വരെ അല്ലേ? ഇവിടെ നോക്കി 0 മുതൽ i വരെ ആരാണ് വേരി ചെയ്യുന്നത്? ഇവിടെ x = 1 എന്ന് പറയുന്നത് ഒരു ലൈൻ കോൺസ്റ്റൻ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. പിന്നെ വേരി ചെയ്യുന്നത് 0 മുതൽ i വരെയുള്ള പോർഷനാണ്, അതായത് 0 മുതൽ i വരെയുള്ള y-ൻ്റെ ടേംസ് ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ C2ൽ z of t എന്താ വരിക? z of t = x of t + i × y of t. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അതിൽ x എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, അത് 1 തന്നെയാണ് എപ്പോഴും. പിന്നെ വേരി ചെയ്യുന്നത് t ആണ്, അപ്പോൾ 1 + it എന്ന് വരും. ഇനി നമുക്ക് z of t = എന്താ കിട്ടിയത്? z of t = 1 + it. അങ്ങനെയാണെങ്കിൽ z' of t എന്ത് വരും? ദറ്റ് ഈസ് i അല്ലേ? ഓക്കെ, ഇനി നമുക്ക് f of z of t എന്താ നോക്കാം. f of z of t that is equal to റിയൽ പാർട്ട് ഓഫ് z of t. നിങ്ങൾ നോക്കി, ഇതാണ് നമ്മളുടെ z of t. ഇതിൻ്റെ റിയൽ പാർട്ട് എന്താണ്? 1 ആണല്ലേ? ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ c. ഇപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇനി റിയൽ പാർട്ട് ഓഫ് f of z dz എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ C1 f of z dz
പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ടു എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെഴുതാം? ബൈ ഡെഫിനേഷൻ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ 0 to 1 അല്ലേ വരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കാം, ഇവിടെ 0 to 1 ആണ് വേരി ചെയ്യുന്നത്, ഇവിടെയും 0 to 1 ആണ് വേരി ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് z ഓഫ് t ഇൻറ്റു z ഡാഷ് ഓഫ് t dt പ്ലസ് ഇൻ്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് z ഓഫ് t ഇൻറ്റു z ഡാഷ് ഓഫ് t dt. ഓരോന്നും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1ൻ്റെ കേസിൽ എന്താ വരുന്നത്? C1ൻ്റെ കേസിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് z ഓഫ് t എന്താ? C1 t ആണ്, z ഡാഷ് ഓഫ് t 1 ആണ്. അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t ഇൻറ്റു 1 dt പ്ലസ് അടുത്തതോ ഇൻ്റഗ്രൽ 0 to 1 ഇവിടെയോ എഫ് ഓഫ് z ഓഫ് t എന്ന് പറയുന്നത് എന്താ വരുന്നത്? എഫ് ഓഫ് z ഓഫ് t എന്ന് പറയുന്നത് 1 ആണ്, പക്ഷേ z ഡാഷ് ഓഫ് t എന്ന് പറയുന്നത് i ആണ്. അപ്പോൾ 1 ഇൻറ്റു i എന്ന് വരും, ദാറ്റ് ഈസ് i dt. ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ t സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് 1/2 പ്ലസ് i. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം രണ്ട് പാത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത് അല്ലേ. ഇവിടെ ഒരു പാത്ത് യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ വേറൊരു പാത്ത് യൂസ് ചെയ്തു. ഇവിടെ രണ്ട് പാത്തിൻ്റെയും അഡ്ജോയിൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്, മറ്റടുത്തൊരു സിംഗിൾ പാത്ത് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ഇൻ്റഗ്രൽ അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എൻ പോയിന്റ്സിനെ മാത്രമല്ല പാത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ജോമെട്രിക് ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് എന്നുള്ളതാണ്. ആ റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് നോവർ അനലറ്റിക് ഫംഗ്ഷനാണ്. അത് എവിടെ അനലറ്റിക് ആവുന്ന ഫംഗ്ഷൻ അല്ല. അനലറ്റിക് ഫംഗ്ഷനൊക്കെ എന്താണെന്നുള്ളതും നോവർ അനലറ്റിക് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ തിരിച്ച് പഠിക്കാൻ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് ഈ വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ C z conjugate dz. C is the right hand half of the circle mod z equal to 2 from z equal to minus 2i to z equal to 2i. ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെയൊക്കെ നൊട്ടേഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അവിടുത്തെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ തന്നിരിക്കുന്നത് നമുക്ക് റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദ സർക്കിൾ mod z equal to 2 from z equal to minus 2i to z equal to 2i. ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് എന്ന് എടുക്കാം. പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ സി എന്താ തന്നിരിക്കുന്നത്? റൈറ്റ് ഹാൻഡ് ഹാഫ് ഓഫ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സർക്കിളിനെ എങ്ങനെയാണോ റിപ്രസെൻറ്റ് ചെയ്യുന്നത്? മോഡ് സെഡ് ഈക്വൽ ടു 2 ഇതൊരു സർക്കിളാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? z എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന റേഡിയസ് ആയിട്ടുള്ള 0 സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് മോഡ് z ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അതിന് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മോഡ് z ഈക്വൽ ടു 2, z ഈക്വൽ ടു മൈനസ് 2i ടു 2i ആണ് നമ്മളുടെ പാത്ത് തന്നിരിക്കുന്നത്. അതായത് ഒരു സർക്കിളാണ് 2 റേഡിയസ് ഉള്ള. അപ്പോൾ ഞാൻ ആ 2 റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 2 റേഡിയസ് ഉള്ള സർക്കിളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ മൈനസ് 2 വരും, ഇവിടെ 2 വരും, അതുപോലെ ഇവിടെ 2i വരും, ഇവിടെ മൈനസ് 2i വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സെഡ് ടു മൈനസ് 2i ടു 2i ആണ് തന്നിരിക്കുന്നത്. 2iയിലൂടെ വന്നിട്ട് ഈ 2i വരെ. അപ്പോൾ ഇതാണ് നമ്മളുടെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇത്രയും പോർഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ എവിടെ മുതലാണോ വേരി ചെയ്യുന്നത്? മൈനസ് 2i ടു 2i എന്ന് പറയുമ്പം ഇതേതാ കൗണ്ടർ ക്ലോസസ് എടുത്താൽ മൈനസ് 5/2 ടു 5/2. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ C ഈസ് given by C ഏതാ വരുന്നത്? നമുക്ക് വരുന്നത് the circle centered at the origin whose radius is 2 and theta varies from minus 2i to, അതായത് it varies from minus 2i to 2i, അതായത് theta varies from minus 5/2 to 5i. അപ്പോൾ നമുക്ക് എഴുതാം z of
തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ ടി എടുത്താലും മതിട്ടോ, കുഴപ്പമൊന്നുമില്ല, 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ, but theta varies from -π/2 to less than or equal to theta less than or equal to π/2. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. This is the circle centered at the origin and whose radius is 2 and the theta is varies from -π/2 to π/2. ഇതാണ് നമ്മളുടെ പാത്ത്. ഇനി നമുക്കെല്ലാം സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഈ പാത്ത് കണ്ടുപിടിക്കുന്ന മാത്രമേ ഇവിടെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമുള്ളൂ. നമുക്ക് നോക്കാം. എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് എന്താ? സെഡ് കോൺജുഗേറ്റ് അല്ലേ? സെഡ് കോൺജുഗേറ്റ്, that is നമ്മളുടെ path of integration z of theta conjugate, that is equal to 2 e raised to i theta യുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 e raised to -i theta. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ഇടുന്നുണ്ട് ഞാനിവിടെ, z dash of theta d theta. അപ്പോൾ നമുക്ക് വേണ്ടത് f of z of theta കിട്ടി, ഇത് z dash of theta വേണം. ഓക്കെ, അപ്പോൾ z of theta എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതൊക്കെ എഴുതാം. z dash of theta ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു ഐ 2 ഇ റേസ് ടു ഐ തീറ്റ. അപ്പം എന്ത് വരും? 2i ഇ റേസ് ടു ഐ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എ ടു ബി എന്ന് പറഞ്ഞാൽ -π/2 to π/2. -π/2 to π/2. എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. എന്താണ്? 2 ഇ റേസ് ടു -i തീറ്റ. സെഡ് ഡാഷ് ഓഫ് തീറ്റ ഇവിടെ ഉണ്ട്, 2i ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇവിടെ എന്താ കിട്ടാം? -π/2 to π/2, ഇ റേസ് ടു ഐ തീറ്റ, ഇ റേസ് ടു ഐ തീറ്റ ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 4i ഇന്റഗ്രൽ -π/2 to π/2 ഡി തീറ്റ. എന്താ കിട്ടുക? π/2 പ്ലസ് π/2 അല്ലേ? അപ്പം 4i പൈ കിട്ടും, 4πi. ഈസി ആണല്ലേ ഇത്? പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ മനസ്സിലാക്കാനേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ കാര്യങ്ങൾ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് വേർ f of z equal to x square plus 3ixy and c is the line joining 1 plus I to the point 2 minus I. രണ്ടാമത്തെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആൻഡ് സി ഇസ് ദ പരാബോള y equal to x square from 0 0 to 2 4. നമുക്കിത് രണ്ടും ചെയ്യണം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3i 3xy ആണ്. ഇവിടുത്തെ സി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ദ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് to the point, line joining the points എന്താണ് 1 plus I and 2 minus I അല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1 1 and 2 minus 1 എന്ന് എഴുതാം. നിങ്ങൾക്ക് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലൈൻ ഓർമ്മയുണ്ടോ? നമുക്ക് z എന്ന് എടുക്കാം കേട്ടോ. z of t ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം? 1 മൈനസ് ടി ഇൻറ്റു 1 1 പ്ലസ് ടി ഇൻറ്റു 2 മൈനസ് 1. അതായത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 മൈനസ് ടി ഇൻറ്റു എ പ്ലസ് ടി ബി. ദിസ് ഇസ് ഇവിടെ 0 ലെസ് ദാൻ ഒരിക്കൽ ടി ലെസ് ദാൻ ഒരിക്കൽ ടു 1 കേട്ടോ. ഓക്കെ, നമുക്കിങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്താ എഴുതാം? വേരിയേഷൻ 0 ലെസ് ദാൻ ഒരിക്കൽ ടി ലെസ് ദാൻ ഒരിക്കൽ 1 എന്ന് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1 മൈനസ് ടി കോമ 1 മൈനസ് ടി, ഇതൊന്നും പറയണമെന്നില്ല, അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. 2t, ഇവിടെ നമുക്ക് 1 മൈനസ് ടി പ്ലസ് 2t കോമ 1 മൈനസ് ടി മൈനസ് ടി. നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ടി 1 പ്ലസ് ടി is equal to 1 minus 2t. അതായത് z of t എന്ന് പറഞ്ഞാൽ എന്താ? x of t കോമ y of t അല്ലേ? x of t പ്ലസ് ഐ കോർഡിനേറ്റ് പെയേഴ്സ് ആയിട്ട് ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. എന്തായാലും ഇവിടെ നമുക്ക് കിട്ടുന്നത് x of t ഈക്വൽ ടു 1 പ്ലസ് ടി ആൻഡ് y of t ഈക്വൽ ടു 1 മൈനസ് 2t. അപ്പം നമ്മളുടെ z of t എന്തായിട്ട് മാറി? z of t ഈക്വൽ ടു x of t പ്ലസ് i ഇൻറ്റു y of t. നമുക്ക് എന്താ കിട്ടുക? എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടി പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് 2t. ഓക്കെ, ഇനി നമുക്ക് സെഡ് ഡാഷ് ഓഫ് ടി വേണം. ഇവിടെ തന്നെ കണ്ടുപിടിച്ച് പോവാണ്. സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ 1 പ്ലസ് ടി അല്ലേ? ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്.
1 പ്ലസ് ടി. ഇവിടെ നമുക്ക് z ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ഇവിടെ -2i. ഇനി നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടി ആണ് വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു x² പ്ലസ് i 3xy. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് i ഇൻറ്റു 3x ഓഫ് ടി ഇൻറ്റു y ഓഫ് ടി അല്ലേ? നമ്മൾ ഇതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ലാസ്റ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ചെയ്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് i ഇൻറ്റു 3 ഇൻറ്റു എന്താ പറയുക 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് 2t അല്ലേ? നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്താ പറയുക, എല്ലാം ചെയ്ത് വരുമ്പോൾ സിംപ്ലിഫൈ നമുക്ക് ഇത് എഴുതിയിട്ട് സിംപ്ലിഫൈ. ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഞാൻ പറഞ്ഞു 0 to 1 അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യலாம். ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് സെഡ് ഓഫ് ടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 1 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് i ഇൻറ്റു 3 1 പ്ലസ് t 1 minus 2t into z dash of t എന്ന് പറഞ്ഞാൽ 1 minus 2i dt 1 minus 2i നെ ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 to 1 ഇതിനെ നമുക്ക് 1 plus 2t plus t square plus 3i ഇൻറ്റു ഇവിടെ 1 minus t minus 2t square dt. പിന്നെ നിങ്ങൾ ഇനി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാലോ, ഒന്ന് സോൾവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഞാനിവിടെ ആൻസർ എഴുതാണ്. ഞാൻ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് 1 minus 2i ഇൻറ്റു 7/3 മൈനസ് i ഇൻറ്റു 1/2 എന്ന് കിട്ടും ലാസ്റ്റ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെയും കൂടെ നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ സീസ് ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം 0 to 2 4. പാത്ത് ഓഫ് ദ ഇൻ്റഗ്രേഷൻ സീസ് ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം 0 to 2 4. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി പ്ലസ് i ഇൻറ്റു വൈ ഓഫ് ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ നമുക്ക് നമ്മളിപ്പം y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു ടി സ്ക്വയർ എന്നാവും. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് സുഖമാണ് ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ കൊടുക്കുന്നത് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. അപ്പം ഇവിടെ എക്സ് ഓഫ് ടിക്ക് ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ടി കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു ടി സ്ക്വയർ എന്നാവും. അപ്പം ഞാനിവിടെ എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി എഴുതാം. എക്സ് ഓഫ് ടി ഇൻറ്റു ഐ ഇൻറ്റു ടി സ്ക്വയർ എന്നാവും. ഇവിടെ നമ്മൾ അപ്പോൾ ടി എന്ന് പറയുന്ന വാല്യൂ എവിടെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? എക്സ് ഓഫ് ടിക്കാണ്. എക്സ് അപ്പോൾ ഇവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യണു? 0 to t 2 വരെ. അപ്പോൾ ടി എവിടെ മുതൽ എവിടെ വരെ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ 2. ഓക്കെ, ഇനി നമ്മൾ സെഡ് ഓഫ് ടി കിട്ടിയത് എന്താണ്? അപ്പം ടി പ്ലസ് ഐ ടി സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ 2. ഇനി ഇവിടെ സെഡ് ഡാഷ് ഓഫ് ടി എന്താണ്? 1 പ്ലസ് 2it. ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് സെഡ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ അല്ലേ? നമുക്ക് വരുന്നത് സെഡ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് ഐ ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം.
Integral over C f of z dz equal to integral over z square എന്താ വരുന്നത് integral 0 to 2 f of z of t into z dash of t dt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. integral 0 to 2 z of f of z of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t plus I t square the whole square into z dash of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z dash of t നമ്മൾ എടുത്തിരിക്കുന്നത് 1 plus 2 ആയിട്ട്. ഇത് ചെയ്യാൻ എളുപ്പമാണല്ലോ. 1 plus 2 ആയിട്ട് dt. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും മതി. പക്ഷേ ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് യു ഈക്വൽ ടു ടി പ്ലസ് ഐ ടി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഡി യു ഈക്വൽ ടു 1 പ്ലസ് 2 ഐ ടി എന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ യു ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0 ആകുമ്പം യു ഈക്വൽ ടു 0 തന്നെ. ടി ഈക്വൽ ടു 0 ഇംപ്ലൈസ് യു ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 2 ഇംപ്ലൈസ് യു ഈക്വൽ ടു 2 പ്ലസ് 4i. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മറ്റേത് ഈസി എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. 2 പ്ലസ് 4i. അപ്പോൾ ഇവിടെ നമുക്ക് യു സ്ക്വയർ ഡി യു എന്ന് കിട്ടും. ഇവിടെ യു ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ. യു ക്യൂബ് ബൈ 3 അപ് ടു 0 ടു 2 പ്ലസ് 4i. കിട്ടുന്നത് 2 പ്ലസ് 4i the whole cube by 3. This is the answer. Okay, ബാക്കി ഇനി കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്, അത് അടുത്ത വീഡിയോസ്. ഓക്കെ, താങ്ക് യു.